അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMSൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. നീതിമാന്റെ ദീപം തെളിഞ്ഞ് പ്രകാശിക്കും, ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും. നമുക്ക് ആ വചനം ഒരുമിച്ചെന്ന് പറയാമല്ലേ? നീതിമാന്റെ ദീപം തെളിഞ്ഞ് പ്രകാശിക്കും, ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും. മനോഹരമായ വചനം, സുഭാഷിതം 13:9. നീതിമാന്റെ ദീപം തെളിഞ്ഞ് പ്രകാശിക്കും, ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞു പോകും. എത്രയും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ, അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നീതിമാന്മാരായ കുറേ വ്യക്തികളെ അവതരിപ്പിക്കുന്നുണ്ട്. നീതിമാനായ ജോബ്, നീതിമാനായ നോഹ്, നീതിമാനായ ജോസഫ്, നീതിമാനായ യേശു, അല്ലേ? ശതാധിപൻ യേശുവിൻ്റെ മുൻപിൽ നിന്ന് പറഞ്ഞത് ഇവൻ നീതിമാനാണെന്നാണ്. ഇവൻ നീതിമാനാണ്. ഈ മനോഹരമായ വചനം സുഭാഷിതം 13:9, ഈ തിരുവചനത്തെ ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വചന ഉൾക്കാഴ്ചകൾ ലളിതമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദീപം പ്രകാശിക്കും, വിളക്ക് അണഞ്ഞു പോകും. ദീപം പ്രകാശിക്കണമെങ്കിൽ, അല്ലെ വിളക്ക് കത്തണമെങ്കിൽ എന്തു വേണം? വിളക്ക് കത്തണമെങ്കിൽ എണ്ണ വേണം, അല്ലേ? എണ്ണയില്ലെങ്കിൽ വിളക്ക് അണഞ്ഞു പോകും. എണ്ണയുണ്ടെങ്കിൽ വിളക്ക് തെളിയും, പ്രകാശിക്കും, തെളിവോടെ പ്രകാശിക്കും. എണ്ണയില്ലെങ്കിൽ വിളക്ക് അണഞ്ഞു പോകും. ഇപ്പം ഇവിടെ ഈ നിലവിളക്ക് ഇവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണയുണ്ട്. എണ്ണയുള്ളത് കൊണ്ട് അത് പ്രകാശം ചുരിയുന്നു, അല്ലേ? കത്തി നിൽക്കുക. അതിൻ്റെ എണ്ണ പറ്റിയാൽ അതിൻ്റെ പ്രകാശം അണഞ്ഞു പോകും. ഒരു തിരുവചന ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. 2 സാമുവൽ 1:19. ആ വചനം ഇതാണ്: ശക്തന്മാർ നിപതിച്ചതെങ്ങനെ? മനോഹരമായൊരു വചനമാണ്. ശക്തന്മാർ നിപതിച്ചതെങ്ങനെ, ശക്തന്മാർ വീണു പോയതെങ്ങനെ എന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുന്നു. വീണ്ടും ഇതാ അതേ അധ്യായത്തിൽ, ഈ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 25-ാമത്തെ വചനം, 2 സാമുവേൽ 1-ന്റെ തന്നെ 25. യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ? വീണ്ടും ഇതാ അതേ അധ്യായത്തിന് തന്നെ 27-ാമത്തെ വചനം, അതായത് 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വചനം. ശക്തന്മാർ വീണു പോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ?
സാമുവേലിൻ്റെ 1-ാം അധ്യായത്തിൽ ഒരേ ചോദ്യം 3 വട്ടം ഇത് ആവർത്തിക്കുന്നു. ശക്തന്മാർ വീണതെങ്ങനെ, ശക്തന്മാർ നിപതിച്ചതെങ്ങനെ, ആയുധങ്ങൾ തകർന്നു പോയതെങ്ങനെ, ഒരു ചോദ്യം ഇങ്ങനെ നിരന്തരം മുഴങ്ങുകയാണ്. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കാണാം ഒരുപാട് ശക്തന്മാരായ കഥാപാത്രങ്ങൾ. സൗളും ദാവീദും സാംസണും സോളമനും, ഒരുപാട് ശക്തന്മാരായ ബുദ്ധിമാന്മാരായ വലിയ മനുഷ്യർ, ഇവരൊക്കെ വീണു പോകുന്നതായിട്ട് അവസാനം നമ്മൾ കാണും. ഇവരെല്ലാം വലിയ ആത്മാഭിഷേകവും നിറവും എല്ലാം ഉള്ള മഹാന്മാരായ വിശുദ്ധ ഗ്രന്ഥ കഥാപാത്രങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ ജീവിതത്തിൽ വീണു പോയ കഥ കൂടിയാണ്. അതിൻ്റെ വെളിച്ചത്തിലാകാം ഈ സാമുവേൽ 2 സാമുവേൽ 1 3 വട്ടം ചോദിക്കുക, ശക്തന്മാർ വീണതെങ്ങനെ, അല്ലേ, നിപതിച്ചതെങ്ങനെ, ആയുധങ്ങൾ തകർന്നു പോയതെങ്ങനെ, ഒരു വലിയ ചോദ്യമാണ്. അതിനോട് ചേർത്ത് പക്ഷെ ഈ ചോദ്യങ്ങളുടെ ഇടയിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി മനോഹരമായിട്ട് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ 1 സാമുവേലിൻ്റെ 21-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗമാണ്. സാമുവേൽ നമ്മളിപ്പോൾ കണ്ട 2 സാമുവേലിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 21-ാമത്തെ വചനത്തിൻ്റെ അവസാനം അതിങ്ങനെയാണ്: എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. നമുക്ക് ആ വചനം ഒന്നിച്ച് പറയാം. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. വീണ്ടും അത് തുടരുകയാണ്: അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നമുക്ക് ആ വചനം കൂടി പറയാം. അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തെ മനോഹരമായൊരു ഉൾക്കാഴ്ച ഈ പ്രഭാതത്തിൽ നല്ല ദൈവം നമുക്ക് തരുന്നു. ശക്തന്മാരും മഹാന്മാരുമായ കുറേ മനുഷ്യർ വീണു പോയ കഥ തിരുവചനം നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിൻ്റെ ഉത്തരവും ആ തിരുവചന ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഇതാണ്: എന്തെന്നാൽ അവിടെയല്ലോ സാവൂളിൻ്റെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. ഉത്തരം അതാണ്. പരിച എണ്ണ പുരട്ടാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥമാക്കുക? അല്ലേ, യുദ്ധവീരന്മാർ പണ്ട് ഉപയോഗിച്ചിരുന്ന വാളും പരിചയുമൊക്കെ അല്ലേ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പരിചയ്ക്കൊക്കെ മനോഹരമായ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എഫേസോസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായം, പൗലോസ്ലീഹായുടെ എഫേസോസ് ലേഖനം 6 അതിന് 11 മുതൽ വായിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ, പൗലോസ്ലീഹായുടെ ഭാഷയിൽ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ. ഈ പ്രകാശത്തിൻ്റെ ആയുധങ്ങളിൽ ഒന്നാണ് പരിച. ഈ പരിച പൗലോസ്ലീഹായുടെ ഭാഷയിൽ അത് വെറും പരിചയല്ല, പിന്നെയോ വിശ്വാസമാകുന്ന പരിച. പറഞ്ഞേ, വിശ്വാസമാകുന്ന പരിച. വിശ്വാസമാകുന്ന പരിച എടുക്കുവിൻ പൗലോസ്ലീഹ പറയുകയാണ്. ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം, പഴയ നിയമത്തിൽ നടുഭാഗത്ത് കടന്നു വരുന്ന ഒരു പുസ്തകമാണ് വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം. ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 18:21 അതിനകത്ത് പരിചയെക്കുറിച്ച് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാകുന്ന പരിച എന്നാണ്. ജ്ഞാനം 18:21 പ്രാർത്ഥനയാകുന്ന പരിച. അപ്പോൾ ഇവിടെ ഇതാ ഈ പരിചയ്ക്ക് മനോഹരമായ 2 അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് എന്താണത്? വിശ്വാസം. രണ്ടാമത്തേത് പ്രാർത്ഥന. അപ്പോൾ ഇവിടെ ഇനി നമ്മളത് ഒന്ന് വായിച്ചു നോക്കുക. ഈ മഹാന്മാർ വീണു പോയതിൻ്റെ മഹാരഹസ്യം അവതരിപ്പിച്ചു വച്ചിരിക്കുന്നു. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്.
അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്ന്. നമുക്ക് ആ വചനം ഒന്നിച്ച് പറയാം. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ അപ്പോൾ ഈ എണ്ണ അല്ല ഈ പരിചയ്ക്ക് മനോഹരമായ അർത്ഥം നമ്മൾ കണ്ടു. അത് പ്രാർത്ഥനയാണ്, വിശ്വാസമാണ് എന്നൊക്കെ കണ്ടു. എണ്ണയ്ക്കും എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടാകണം ഇല്ലേ? പ്രത്യേകിച്ച് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ, നമ്മുടെ കൂദാശകളുടെ വെളിച്ചത്തിൽ എണ്ണയ്ക്ക് വലിയ പ്രാധാന്യമാണ് അല്ലേ? പ്രത്യേകിച്ച് ഈ കൂദാശകളിലെ മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, രോഗിലേപനം, ഇതിനെല്ലാം കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? എണ്ണ, തൈലം. തൈലാഭിഷേക പ്രാർത്ഥനയുണ്ടല്ലേ രോഗികളെ സുഖപ്പെടുത്താൻ. അതുപോലെ തന്നെ മാമോദീസയിൽ തൈലം അഭിഷേകം ചെയ്യും. സ്ഥൈര്യലേപനത്തിലുണ്ട്, തിരുപ്പട്ട ശുശ്രൂഷയിലുണ്ട്, രോഗിലേപനം കൊടുക്കുമ്പോഴുണ്ട് തൈലം. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ കാണാം, പ്രവാചകന്മാരൊക്കെ രാജാക്കന്മാരെ വാഴിക്കുമ്പോൾ തൈലം കൊണ്ടാണ് അവരെ അഭിഷേകം ചെയ്യുന്നത്. തൈലം എന്തിൻ്റെ സൂചനയാണ്? സ്നേഹത്തിൻ്റെ. എണ്ണയ്ക്ക് സ്നേഹം എന്നൊരർത്ഥമുണ്ട്. അത് സ്നേഹത്തിൻ്റെ സൂചനയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂദാശകളുടെ വെളിച്ചത്തിൽ അതിനേക്കാളെല്ലാം മനോഹരമായൊരർത്ഥമുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ഇതാണ് മനോഹരമായ അർത്ഥം. എന്തിൻ്റേത്? എണ്ണ. അപ്പോൾ ഇതാണ് എണ്ണ. എൻ്റെ ദൈവമേ, ഈ വെളിച്ചത്തിൽ നമ്മൾ ഈ വചനത്തെ ധ്യാനിക്കണം. അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത് എന്ന് പറഞ്ഞുള്ള അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അഭിഷേകമില്ലാതെ, കൃപയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ നടന്നു കിടന്നു. ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? വലിയ പരാജയം സംഭവിച്ചു. ശക്തന്മാർ നിപതിച്ചതെങ്ങനെ? മല്ലന്മാർ വീണുപോയതെങ്ങനെ? എൻ്റെ ദൈവമേ, തിരുവചനം ഒരു വലിയ ചോദ്യം ചോദിക്കുക. ഞാൻ ഈ തിരുവചനങ്ങളിലൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയോളജി കാലം, ബൈബിൾ പഠിക്കുന്ന കാലഘട്ടങ്ങൾ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈബിളായിരുന്നു. തിരുവചനങ്ങൾ, മഹാന്മാരായ ഒത്തിരി പണ്ഡിതന്മാരൊക്കെ അവരുടെ ക്ലാസ്സുകളിലൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞതെല്ലാം പഠിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തോ ബൈബിളിനോടൊരു രുചി, എന്തോ ഒരു ടേസ്റ്റ്, എന്തോ ഒരു അഭിനിവേശം കുഞ്ഞുനാളിലെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കൊച്ചുനാളിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ അവധിക്കാലത്ത് പോകുമ്പോൾ അവിടെ വല്യമ്മയുണ്ട്. ആ അമ്മ വീട്ടിലെ പണികളും അടുക്കളയിലെ ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ആ അമ്മ പഴയ ഒരു ബൈബിള് കുത്തിക്കെട്ടെല്ലാം വിട്ട് ഉപയോഗിച്ച് കുത്തഴിഞ്ഞ ഒരു ബൈബിൾ ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഞാനിപ്പോഴും ഓർക്കുന്നത്. അമ്മ എന്നിട്ട് മാറിയിരുന്ന് ഒരു പൊട്ട കണ്ണടയൊക്കെ വെച്ച് ആ ബൈബിളിൽ വായിക്കുന്ന ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ വല്യമ്മയുടെ അടുത്ത് കുഞ്ഞു കൊച്ചല്ലേ പോയി ഇരിക്കുന്നതും ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഏതായാലും അന്ന് കിട്ടിയ ആ മനസ്സിൽ പതിഞ്ഞ ആ വല്യമ്മച്ചിയുടെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ബൈബിളിനോട് അറിയാതെ ഒരു അഭിനിവേശം, അല്ലെങ്കിൽ അറിയാതെ ഒരു രുചി എനിക്ക് തോന്നുന്നത് കിട്ടിയത് ആ ഒരു മാതൃകയിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. മാതൃകകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിശ്വാസ ജീവിതത്തിലും കുടുംബജീവിതത്തിലും മാതൃക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, ചാവറ പിതാവ്, വിശുദ്ധ ചാവറയച്ഛൻ്റെ സന്യാസ സഭയിലെ ഒരു അംഗമാണ് ഞാൻ എന്ന്. ഞാനതിൽ അഭിമാനിക്കുന്നു. കേരള സഭയുടെ അഭിമാനമാണ് വിശുദ്ധ ചാവറയച്ഛൻ. ഈ ചാവറ പിതാവ് അദ്ദേഹത്തിൻ്റെ ആത്മാനുതാപം എന്ന് പറയുന്ന മനോഹരമായ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു കൃതിയാണ്, ഗ്രന്ഥമാണ്. അതൊരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്.
ഈശോയുടെ പിറവിയും പീഡാനുഭവവും മരണവും ഉത്ഥാനവും എല്ലാമാണ് അദ്ദേഹം അതിനകത്ത് അവതരിപ്പിക്കുന്നത്. ക്രിസ്തു സംഭവമാണ്. ക്രിസ്തു സംഭവം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പിറവി, അവൻ്റെ പീഡാനുഭവം, മരണം, അവൻ്റെ ഉത്ഥാനം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വാക്ക് പറയുന്നതാണ് എന്ത്? ക്രൈസ്റ്റ് ഇവൻറ്റ്, അല്ലെങ്കിൽ ക്രിസ്തു സംഭവം. ഇതാണ് ചാവറപിതാവിൻ്റെ ആത്മാനുതാപത്തിലുള്ളത്. പക്ഷെ അതിനോട് ചേർത്ത് തൻ്റെ ജീവിത ചിത്രം കൂടി ചാവറപിതാവിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്തുണ്ട് ഈ കുഞ്ഞുനാളിൽ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ കൊച്ചു കുര്യാക്കോസ്. കുര്യാക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വന്തം എന്നാണ്. കുര്യാക്കോസ് വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം. ചാവറപിതാവിൻ്റെ മാമോദീസ പേരാണ് കുര്യാക്കോസ്, ദൈവത്തിൻ്റെ സ്വന്തം കൊച്ചു കുര്യാക്കോസ്. ഈ കുട്ടിക്കാലത്തെ അനുഭവം, കുഞ്ഞുനാളിലെ അനുഭവം ചാവറപിതാവ് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആത്മാനുതാപത്തിൽ. അന്നവൾ രാത്രി പാതിരാ നേരത്തും മന്ദം നീക്കി ഉണർന്നെഴുന്നേറ്റിട്ട് മുട്ടുകുത്തി നമസ്കാരം ചെയ്യുമ്പോൾ ഒട്ടുനേരം ഞാൻ മുട്ടിന്മേൽ ചാഞ്ഞിടും. രാജപം, ദേവമാതാവിൻ പ്രാർത്ഥന, രാജരാജനാം ഈശോദൻ നാമങ്ങൾ എന്നിവണ്ണം ഓരോരോ ജപങ്ങളെ നന്ദിയോട് ഉച്ചരിക്കുന്ന നേരത്ത് മന്ദമായത് കേട്ടിരുന്നും കൊണ്ട സുന്ദരിയുടെ പാതേ ഉറങ്ങി ഞാൻ. ചാവറപിതാവ് എഴുതി വെച്ചിരിക്കുക, സ്വന്തം അമ്മയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ്. അന്നവൾ രാത്രി പാതിരാ നേരത്തും. ഈ പഴയ നമ്മുടെ വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, അവരൊക്കെ ഒരുപാട് നൂറുകൂട്ടം പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നവരാണ്. ഒരുപാട് പ്രാർത്ഥനകൾ അവർക്ക് നല്ല വശമായിരുന്നു, തിട്ടമായിരുന്നു. അപ്പോൾ ഈ അമ്മയും, ഈ ചാവറപിതാവിൻ്റെ അമ്മ രാത്രി ആ കുഞ്ഞിൻ്റെ ഉറക്കത്തിന് തടസ്സമാകാതെ കൊച്ചിനെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് സാവധാനം എണീറ്റ് മുട്ടുകുത്തി നിന്ന് രാജപം, രാത്രിയുടെ ജപങ്ങൾ, രാജരാജനാം ഈശോ എന്ന് പറയുന്ന ക്രിസ്തുരാജൻ, രാജരാജനാം ഈശോദൻ നാമങ്ങൾ, അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രാർത്ഥനകൾ. അന്നവൾ രാത്രി പാതിരാ നേരത്തും മന്ദം നീക്കി ഉണർന്നെഴുന്നേറ്റിട്ട് മുട്ടുകുത്തി നമസ്കാരം ചെയ്യുമ്പോൾ ഒട്ടുനേരം ഞാൻ മുട്ടിന്മേൽ ചാഞ്ഞിടും. രാജപം, ദേവമാതാവിൻ പ്രാർത്ഥന, രാജരാജനാം ഈശോദൻ നാമങ്ങൾ എന്നിവണ്ണം ഓരോരോ ജപങ്ങളെ നന്ദിയോട് ഉച്ചരിക്കുന്ന നേരത്ത് മന്ദമായത് കേട്ടിരുന്നും കൊണ്ട് സുന്ദരിയുടെ പാതയെ ഉറങ്ങി ഞാൻ. എൻ്റെ ദൈവമേ, ഈ അമ്മ രാത്രിയിൽ എണീറ്റ് ഇങ്ങനെ പ്രാർത്ഥനകളെല്ലാം മുട്ടുകുത്തി നിന്ന് ചെല്ലുമ്പോൾ ഈ കൊച്ചു കുര്യാക്കോസ് ഉണരുന്നു. അദ്ദേഹം ഈ കൊച്ചും ഈ അമ്മച്ചിയുടെ അടുത്ത് പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥനകളൊക്കെ ശ്രവിക്കുന്നു. അവസാനം അമ്മയുടെ പാദാന്തികത്തിൽ കിടന്ന് ഉറങ്ങുന്നു. പിന്നീട് ചാവറപിതാവ് എഴുതി വെച്ചിട്ടുണ്ട്, അമ്മിഞ്ഞ പാലിനോടൊപ്പം ആത്മീയ സുഹൃതങ്ങൾ കൂടി ചാലിച്ചു തന്നു എൻ്റെ അമ്മ. എൻ്റെ ദൈവമേ, ഇത് മനോഹരമാണ്. അമ്മിഞ്ഞ പാലിനോടൊപ്പം ആത്മീയ സുഹൃതങ്ങൾ കൂടി ചാലിച്ചു തന്നവളാണ് എൻ്റെ അമ്മ. അമ്മ ഉമ്മ കൊടുത്താൽ മാത്രം പോരാ, അമ്മ അമ്മിഞ്ഞ കൊടുത്താൽ മാത്രം പോരാ, അമ്മിഞ്ഞ പാലിനോടൊപ്പം ആത്മീയ സുഹൃതങ്ങൾ കൂടി ചാലിച്ചു കൊടുക്കണമെന്ന് പറയുന്നു വിശുദ്ധ ചാവറപിതാവ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവമേ, നമ്മൾ ഈ തിരുവചനത്തിലേക്ക് വരികയാണ്. ഈ ബൈബിളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്നെ സ്പർശിച്ച് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ചോദ്യം അല്ലേ, എങ്ങനെ മഹാന്മാർ വീണു, ശക്തന്മാർ വീണു, മഹാന്മാർ നിബന്ധിച്ചു, ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. പല സ്ഥലത്ത് വിലാപങ്ങളുടെ പുസ്തകം പല രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം, വിലാപങ്ങളുടെ പുസ്തകം 4:1, വിലാപങ്ങളുടെ പുസ്തകത്തിന് 4:1 പറയുന്ന ഇതാണ്: സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു. ഒരു ചോദ്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം 4:1. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. അതായത് സ്വർണവും തങ്കവും അതൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതാണ് അല്ലേ, അതൊക്കെ മങ്ങിപ്പോയെന്ന്, അതിൻ്റെ നിറമൊക്കെ പോയി. നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ വചനം ദീപം തെളിഞ്ഞ് പ്രകാശിക്കുമെന്നാണ്. ആ തെളിവൊക്കെ നഷ്ടപ്പെടുന്നു. സ്വർണത്തിൻ്റെ ആ തിളക്കം അല്ലേ, അതിലൊക്കെ മങ്ങിപ്പോയി. ആരംഭത്തിലുണ്ടായിരുന്ന ആ തിളക്കം, വിളക്കം, ആ പ്രഭ, ആ ചൈതന്യം, ആ തേജസ്സൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് തിരുവചനം പറയുകയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 4ഉം 5ഉം വചനങ്ങൾ കൂടി ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാം. വെളിപാട് പുസ്തകം ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമാണ്.
വെളിപാടിൻ്റെ 2, 4, 5 വചനങ്ങൾ. അതിതാണ്. അത് ഈ വെളിപാട് പുസ്തകത്തിൻ്റെ 2, 3 അധ്യായങ്ങളിൽ ഒരു 7 വട്ടം ഒരു വചനം ഇങ്ങനെ നിരന്തരം കടന്നു വരുന്നു. അതിതാണ്: ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. വെളിപാട് പുസ്തകത്തിൻ്റെ 2, 3 അധ്യായങ്ങളിലായിട്ട് 7 വട്ടം ആവർത്തിക്കുന്നൊരു വചനമാണ്. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നിട്ടിത് ഓരോ സഭകളോട്, അതായത് എഫേസോസിലെ സഭ, സ്മിർണയിലെ സഭ, പെർഗാമോസിലെ സഭ, തിയത്തീറയിലെ സഭ, ഇങ്ങനെ പല സഭകൾ. അതിൻ്റെ 2-3 അധ്യായങ്ങൾ വായിച്ചാൽ കിട്ടും. അപ്പോൾ അതിനകത്ത് ഈ 2-ാം അധ്യായം എഫേസോസിലെ സഭയ്ക്ക് യോഹന്നാൻ ശ്ലീഹ കൊടുക്കുന്ന ഒരു താക്കീതാണ്. ആത്മാവിൻ്റെ സ്വരത്തിന് കാതു കൊടുക്കാൻ തിരുവചനം ഈ സഭകളോടെല്ലാം പറയുകയാണ്. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന നമ്മളോടും തമ്പുരാൻ പറയുന്ന ഇതാണ്: ആത്മാവിന് കാതു കൊടുക്ക്, ആത്മാവിന് ചെവി കൊടുക്ക്. തമ്പുരാൻ്റെ വചനങ്ങൾക്ക് കാതു കൊടുക്കാൻ ഇന്ന് ഈ തിരുവചനം നമ്മളോടും പറയുന്നു. ഈ എഫേസോസിലെ സഭയുടെ നന്മകളും മേന്മകളുമെല്ലാം യോഹന്നാൻ ശ്ലീഹ ആദ്യം എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ ഒരു ന്യൂനത, അവരുടെ ഒരു കുറവ്, അവരുടെ ഒരു പോരായ്മ, അല്ല അവരുടെ ഒരു ബലഹീനത യോഹന്നാൻ ശ്ലീഹ എടുത്തു കാണിച്ച് തിരുത്തൽ കൊടുക്കുകയാണ്. അവരുടെ നന്മകളെല്ലാം പറഞ്ഞിട്ട് പറയാണ്: എങ്കിലും, 2:4, എങ്കിലും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നിനക്കുണ്ട്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? 5-ാമത്തെ വചനം, 2:5. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അനുതപിച്ച് കുറ്റം ഏറ്റുപറഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് ഏറ്റുവരാൻ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റുപറഞ്ഞ് ഏറ്റുവരിക ഒരു പുതിയ ജീവിതത്തിലേക്ക്. എൻ്റെ ദൈവമേ, മനോഹരമാണ് ഈ വചനം. ഏറ്റുപറഞ്ഞ് ഏറ്റുവരിക. വിശുദ്ധ അഗസ്റ്റിൻ, സെൻറ്റ് അഗസ്റ്റിൻ, ഈ സെൻറ്റ് അഗസ്റ്റിൻ്റെ, വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം, ആത്മകഥയുണ്ട്. ആത്മകഥയുടെ പേര് ഏറ്റുപറച്ചിൽ എന്നാണ്. ഇംഗ്ലീഷിൽ കൺഫെഷൻ എന്ന് പറയും. കൺഫെഷൻ. മലയാളത്തിൽ നമ്മൾ കുമ്പസാരമെന്നോ ഏറ്റുപറച്ചിലെന്നോ പറയുന്നു. നമുക്കറിയാം ഈ സെൻറ്റ് അഗസ്റ്റിൻ്റെ ജീവിതം 2 ഘട്ടമുണ്ട്, അല്ലേ? നമ്മൾ ഈ ചരിത്രത്തെ 2ആയിട്ട് കീറി മുറിക്കുന്നല്ലേ. ഈശോയുടെ പിറവിയോടുകൂടി ചരിത്രം 2ആയി നമ്മളതിനെ 2ആയിട്ട് മുറിയുകയാണ്. ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും, ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും എന്ന് പറഞ്ഞതുപോലെ ഈ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിലും ഈ 2 കാലഘട്ടങ്ങളുണ്ട്. BC യുമുണ്ട്, AD യുമുണ്ട്, അല്ലേ? ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് മുൻപ്, ക്രിസ്തുവിന് ശേഷം. എൻ്റെ ദൈവമേ, ഒരുപാട് വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന സംഭവം അതാണ്. അവരുടെ ജീവിതത്തിന് തുടക്കം വ്യത്യസ്തമാണ്, അന്ത്യം മനോഹരമാണ്. അതുകൊണ്ട് ഓരോ വിശുദ്ധരും നമ്മളോട് വിളിച്ചു പറയുന്നൊരു വലിയ സത്യമുണ്ട്: ഏതൊരു വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു പാപിക്കും ഒരു ഭാവി കാലമുണ്ട്. തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതൊരു വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്. അത്ര നല്ലതല്ലാത്തൊരു കാലഘട്ടം. പക്ഷേ ഇവർ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പാപികളായ മനുഷ്യരോട് അവർ പറയാതെ പറയുകയാണ്, നമുക്കെല്ലാം ഒരു ഭാവി കാലമുണ്ടെന്ന്. അപ്പോൾ ഈ യേശുവിനെ അറിയാതിരുന്ന ഒരു കാലഘട്ടം, അതാണ് BC, ബിഫോർ ക്രൈസ്റ്റ് ആണ്. ഈ സെൻറ്റ് അഗസ്റ്റിൻ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഒരു കാലഘട്ടമുണ്ട്, അത് ആഫ്റ്റർ ക്രൈസ്റ്റ്, അല്ലേ? ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ള ജീവിതമാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപും അറിഞ്ഞതിന് ശേഷവും. അതുകൊണ്ട് ഈ അഗസ്റ്റിൻ്റെയൊക്കെ ജീവിതം നമുക്കറിയാം. ഇങ്ങനെ തോന്നിയതുപോലെയൊക്കെ ജീവിച്ചു. ഈ അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക എന്ന് പറയുന്ന അമ്മച്ചി കരഞ്ഞ് 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 ഉള്ള പള്ളികളിലെല്ലാം പോയി ഈ പറഞ്ഞ വചനപ്രഘോഷങ്ങളെല്ലാം കേട്ട്
ഈ മകന് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടന്ന ഒരമ്മയാണ് മോനിക്ക എന്ന് പറയുന്ന അമ്മ. അവസാനം ഈ കണ്ണുനീരിനെല്ലാം ഫലമുണ്ടായി. ഈ കണ്ണുനീരിൻ്റെ പുത്രൻ അവസാനം മാനസാന്തരപ്പെടുകയാണ്. കണ്ണീർ കണങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആകുകയില്ല എന്ന് മോനിക്ക പുണ്യവതി പറയുകയാണ്. കണ്ണുനീരിൻ്റെ പുത്രൻ എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ ചരിത്രത്തിൽ അറിയപ്പെടുക. അവസാനം ഈ കണ്ണുനീരിൻ്റെ ഈ കരഞ്ഞ് കരഞ്ഞ് അമ്മയും വിശുദ്ധയായി, ഈ മകനും വിശുദ്ധനായി, അല്ലേ? ഭർത്താവ് മാനസാന്തരപ്പെട്ടു. ഒത്തിരി വ്യത്യാസങ്ങൾ നടക്കുന്നു. അപ്പോൾ ഈ അഗസ്റ്റിൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനെ അറിയാതിരുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ വീടിൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത്, ഞാനിവിടെ വായിച്ചതാണ്, ഒരു അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് വന്നിരിക്കുകയാണ്. മദ്യപിച്ച് അവിടെ വന്നിരിക്കുന്നു. അവിടെ ഒരു സ്വരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അഗസ്റ്റിൻ. എടുത്ത് വായിക്കുക, ഒരു കൊച്ചു കുഞ്ഞ് സംസാരിക്കുന്നത്, എടുത്ത് വായിക്കുക, എടുത്ത് വായിക്കുക, എടുത്ത് വായിക്കുക. അഗസ്റ്റിൻ്റെ മനസ്സിലും മനസാക്ഷിയിലും മുഴങ്ങിയ ദൈവസ്വരമാണ്. അപ്പോൾ ഈ അഗസ്റ്റിൻ ഉടനെ കയറി ചെല്ലുന്ന മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ബൈബിൾ ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. ആ തുറന്നു കിടക്കുന്ന ബൈബിള് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. തുറന്നു കിടക്കുന്ന ആ ബൈബിളിൽ അദ്ദേഹം കാണുന്നത് മനോഹരമായ ഒരു തിരുവചനമാണ്. ആ തിരുവചനം റോമാലേഖനം അതിൻ്റെ 13 മനോഹരമായ തിരുവചനം. ക്രിസ്തുവിൽ നവജീവനാണ്. അതായത് അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെല്ലാം പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ മനുഷ്യനായിട്ട് നടക്കുക എന്ന് പറയുന്ന മനോഹരതാണ്. ആ തിരുവചനം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 13 12 13 വചനങ്ങളാണ്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. എൻ്റെ ദൈവമേ, മനോഹരമായ വചനം. തിരുവചനം അഗസ്റ്റിൻ്റെ ജീവിതത്തെ തിരുത്തി എഴുതുകയാണ്. തിരുവചനം തിരുത്തി എഴുതി ഒരുപാട് ജീവിതങ്ങളെ